സംസ്ഥാന ബജറ്റിൽ പ്രവാസികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പ്രവാസി വ്യവസായിയുമായ സഫാരി സൈനുൽ ആബദീൻ ആവശ്യപ്പെട്ടു. ഇതിനായി പ്രത്യേക നിധി രൂപീകരിക്കണം. പ്രവാസം കൊണ്ട് രക്ഷപ്പെട്ട ഏതാനും പേരെ നോക്കി ഭൂരിപക്ഷം വരുന്ന പ്രവാസികളുടെ മക്കൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാർ നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നും സഫാരി സൈനുൽ ആബദീൻ ആവശ്യപ്പെടുന്നു. ഭൂരിപക്ഷം വരുന്ന പ്രവാസികളുടെ മക്കൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുകളിൽ പ്രവാസികളുടെ അപേക്ഷകൾക്ക് വേഗത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാർ നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കണം. വർഷങ്ങളോളം വിദേശത്തെ ജോലി ചെയ്ത് നാട്ടിൽ മടങ്ങിയെത്തുന്നവർ പലപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. ഇവർക്ക് ശരിയായ പിന്തുണ ലഭിച്ചാൽ വർഷങ്ങൾ കൊണ്ട് അവർ നേടിയ നൈപുണ്യം നാടിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാവുകയും ചെയ്യും.